എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ദാ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇനി നാളെ ഏത് എക്സാം ആണ് വരുന്നത്? ഇന്റഗ്രേഷൻ ഡേ 1 ആണ് അല്ലെ, അഥവാ ഉത്കൃതനം 1ാം ദിവസം പരീക്ഷയാണ് വരുന്നത്. അപ്പൊ മക്കൾക്ക് അറിയാലോ, നമുക്ക് ഉത്കൃതനം എക്സാമിന് മലയാളത്തിൽ നിന്നും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പം ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, കൂട്ടുകാര് മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ ഇനി ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങളുടെ നാളത്തെ പരീക്ഷ, അതായത് ഉത്കൃതനം 1ാം ദിവസം പരീക്ഷയ്ക്ക് മക്കൾ പ്രധാനമായിട്ടും ഗണിതത്തിൽ നിന്നും അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മക്കള് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ചിലപ്പോ ഒരു ചോദ്യം നിറം നൽകാനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഒന്നാമത്തെ ഒരു പ്രവർത്തനം തന്നെയായിട്ട് നിറം നൽകാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ മക്കൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം തരും. ഒരു പൂന്തോട്ടത്തിന്റെയോ ഒരു പാർക്കിന്റെയോ അങ്ങനെ എന്തിന്റെങ്കിലും ഒരു ഭംഗിയായിട്ടുള്ള ചിത്രം തരും. എന്നിട്ട് മക്കളെടുത്ത് പറയും ആ ഒരു ചിത്രത്തിന് യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് പറയും. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമല്ലേ നിറം നൽകാനായിട്ട്? മക്കൾ എന്ത് ചെയ്യണം, നാളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. എന്നിട്ട് ചിത്രത്തിന് നിറം നൽകാൻ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, നിറം നൽകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതെല്ലാ കൂട്ടുകാരും ഭംഗിയായിട്ട് ചെയ്യല്ലോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞത് ടീച്ചർ മുന്നേ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ പേരുകൾ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടോ? ഇനി ആരെങ്കിലും പഠിക്കാത്തതായിട്ട് ഉണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനിയും നമുക്ക് നാളത്തെ എക്സാമിന് സമയമല്ലേ. അപ്പൊ ഇന്ന് രാത്രി ഇരുന്നിട്ട് പെട്ടെന്നൊന്ന് പഠിച്ചു തീർത്താൽ മതി. അപ്പൊ മക്കൾക്ക് ആ ഒരു ചോദ്യം വരാം കേട്ടോ. അതായത് എങ്ങനെയാ വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പം കുറച്ച് പഴങ്ങളുടെ പച്ചക്കറിയുടെയും ചിത്രങ്ങൾ തരും. നോക്കിക്കാം മക്കളെ. ഇപ്പൊ ടീച്ചർ ഇവിടെ ഒരു പഴത്തിന്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. ഇത് ഏത് ഫ്രൂട്ടാണോ മക്കളെ? ചിത്രം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഏതാണ്? മുന്തിരി തന്നോ. അതുപോലെ ടീച്ചർ വേറൊരു പിക്ചർ വരയ്ക്കാം കേട്ടോ. ഇതൊരു വെജിറ്റബിൾ ആണ്. ഏതാന്ന് പറയാൻ പറ്റുന്നുണ്ടോ? വെണ്ടയാണ് കേട്ടോ. മുന്തിരി, വെണ്ട. അതുപോലെ ടീച്ചർ മറ്റൊരു വെജിറ്റബിൾ വരയ്ക്കുക കേട്ടോ. ഇത് നമ്മുടെ ടൊമാറ്റോ, അതായത് നമ്മുടെ തക്കാളിയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, കുറച്ച് പഴങ്ങളുടെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെയും ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്തു, വരച്ചു ചേർത്തു കേട്ടോ. എന്നിട്ട് മക്കളുടെ അടുത്ത് പറയാണ്, താഴെ ചിലപ്പോ ഇങ്ങനെ 2 കൊട്ട തരും. 2 കൊട്ട കേട്ടോ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി കൂടെയാണ്. എന്താണ്? പച്ചക്കറിയുടെ കൂടെയാണ് കേട്ടോ. പച്ചക്കറി കൂടെയാണ്. ഇതാണെങ്കിൽ നമ്മുടെ പഴങ്ങളുടെ കൂടെയാണ്. എന്നിട്ട് മക്കളെടുത്ത് പറയും ഓരോ കൂടയിലേക്കും യോജിച്ചവ വരച്ചു ചേർക്കാനായിട്ട് പറയും. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് മുകളിൽ കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ പച്ചക്കറി കൂടയിലേക്ക് ഇടാൻ പറ്റുന്നവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഇതിലോട്ട് വരച്ചു ചേർക്കാൻ പറയും. എന്നിട്ട് പിന്നെ പഴങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നവ ഇതിലോട്ടും വരച്ചു ചേർക്കാനായിട്ട് പറയും. ചിലപ്പം ഇങ്ങനെ തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം, ടേബിൾ ആയിട്ട് തരാം. എന്നിട്ട് ഈ പഴങ്ങളുടെയും പച്ചക്കറിയുടെയും പേരുകളൊക്കെ അവിടെ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പട്ടിക പൂർത്തീകരിക്കാനായിട്ടും പറയാം കേട്ടോ. ഇനി എങ്ങനെയായാലും മക്കൾ എന്ത് ചെയ്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന പഴങ്ങളുടെയും പച്ചക്കറിയുടെയും പേരുകളൊക്കെ ഒന്ന് ഒരിക്കൽ കൂടി ഓർത്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിനെ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. ഓക്കെ മക്കളെ, ആദ്യം നമുക്ക് ഏതെടുക്കാം, മുന്തിരി അല്ലെ. മുന്തിരി ഏതാണ്? പച്ചക്കറിയാണോ പഴങ്ങളിലാണോ ഉൾപ്പെടുക? മുന്തിരി നമുക്കറിയാം പഴങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഏതാണ്? വെണ്ടയാണ് അല്ലെ. വെണ്ട നമുക്കറിയാം പച്ചക്കറിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഏതാണ് മക്കളെ? നമ്മുടെ തക്കാളി ഇല്ലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. തക്കാളി ഏതിലാണ്? പച്ചക്കറിയിലാണ് ഉൾപ്പെടുക അല്ലെ. ലാസ്റ്റ് വൺ നമ്മൾ വരച്ചത് പൊട്ടറ്റോ ആയിരുന്നു അല്ലെ. ഉരുളക്കിഴങ്ങ് ഏതാണ് മക്കളെ? പച്ചക്കറിയിലാണ് ഉൾപ്പെടുക അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പഴങ്ങളും പച്ചക്കറികളും ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാ. പഴങ്ങളുടെയും പച്ചക്കറിയുടെയും പേരുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോൾ മക്കൾക്ക് ചോദിക്കാൻ സാധ്യത, നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് പഴങ്ങളുടെയും പച്ചക്കറിയുടെയും ഒക്കെ ചിത്രങ്ങൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിത്തില്ലാത്ത പച്ചക്കറി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ വിത്തില്ലാത്തത് ഏതാണ്? മുന്തിരിക്ക് നമുക്കറിയാം അല്ലെ, വിത്തുണ്ട്. വെണ്ടയ്ക്ക് എന്തുണ്ട്? വിത്തുണ്ട്. തക്കാളിയുടെ ഉള്ളിലല്ലേ
തക്കാളിയിൽ കുഞ്ഞു കുഞ്ഞു കുരു മക്കൾ കണ്ടിട്ടില്ലേ? അതാണ് അതിന്റെ വിത്ത് കേട്ടോ. പിന്നെ എന്തുണ്ട്? ഉരുളക്കിഴങ്ങുണ്ട് അല്ലേ? അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ വിത്തില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് പോവാട്ടോ. പഴങ്ങൾ ഏതൊക്കെയാണ്, പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന്. പിന്നെ മക്കൾക്ക് അറിയാവുന്ന പഴങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ മാമ്പഴം അല്ലെ? പിന്നെ അതുപോലെ എന്തൊക്കെയാണ്? മാമ്പഴം, ആപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ എന്താണ്? പഴങ്ങളിൽ പെടുന്നതാണ് അല്ലെ? പച്ചക്കറിയിലോ വെണ്ട, തക്കാളി, പാവയ്ക്ക അല്ലെ, പടവലം, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? പച്ചക്കറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? പഴങ്ങളുടെയും പച്ചക്കറിയുടെയും പേരുകളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ഇതേ പ്രവർത്തനം ചോദിച്ചത് എങ്ങനെയായിരുന്നു വെച്ചാല്, പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇത്തരത്തില് ചിത്രങ്ങൾ തന്നു. എന്നിട്ട് പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദ്യം എങ്ങനെയെങ്കിലും വന്നോട്ടെ, മക്കൾ എന്ത് പഠിച്ചിരിക്കുക? പഴങ്ങളുടെയും പച്ചക്കറികളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഏത് രീതിയിൽ വരികയാണെങ്കിലും മക്കൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആഹാര സാധനങ്ങൾ പരിചയപ്പെട്ടു അല്ലെ? ഒരുപാട് വിഭവങ്ങൾ നമ്മൾ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരും കേട്ടോ. നമുക്കറിയാം അല്ലെ, എല്ലാ പലഹാരങ്ങളും അല്ലെങ്കിൽ എല്ലാ ആഹാരങ്ങളും ഒരുപോലെയാണോ പാകം ചെയ്യുന്നത്? ആണോ? എല്ലാ ആഹാരങ്ങളും നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരുപോലെയാണോ? നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുണ്ട് അല്ലേ? വറുത്തെടുക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നവയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള ആഹാരങ്ങളുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കണം കേട്ടോ. നമുക്ക് എന്ത് വരും? അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. നോക്കിക്കേ മക്കളെ. അപ്പൊ നമുക്ക് ആദ്യം ആവിയിൽ വേവിക്കുന്ന കുറച്ച് പലഹാരങ്ങളുടെ പേരുകൾ പറഞ്ഞു നോക്കാം അല്ലെ? ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ ഇലയട അല്ലെ? ഇലയട, അതുപോലെ തന്നെ പുട്ട്, കൊഴുക്കട്ട, നൂലപ്പം, ഇതൊക്കെ എന്താണ്? ഇഡ്ഡലിയൊക്കെ എന്താണ്? നമ്മള് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അല്ലെ? ഇനി ചുട്ടെടുക്കുന്നവയുടെ പേരുകൾ പറഞ്ഞേ. ചുട്ടെടുക്കുന്നവയുടെ പേരുകള് അതെ, പത്തിരി, ദോശ, പിന്നെ നമ്മുടെ ഓട്ടട, ഇത്തരം സാധനങ്ങളൊക്കെ എന്താണ്? നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലെ? ചപ്പാത്തി ഒക്കെ എന്താണ്? ചുട്ടെടുക്കുന്നതാണ് അല്ലെ? ഓക്കെ. പിന്നെ നമ്മൾ വറുത്തെടുക്കുന്നത് എന്തൊക്കെയാ മക്കളെ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുള്ള പലഹാരമാണ് അല്ലെ? വറുത്തെടുക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പം, പഴംപൊരി, ബോണ്ട പോലുള്ള പലഹാരങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടല്ലേ? വറുത്തെടുക്കുന്ന പലഹാരങ്ങള്. ഓക്കെ. പിന്നെ നമ്മൾ വേവിക്കാതെ കഴിക്കുന്നതും ഒരുപാട് ആഹാര സാധനങ്ങളുണ്ട് ഉണ്ടല്ലോ. എല്ലാം നമ്മൾ വേവിച്ചാണോ കഴിക്കുക? അല്ല അല്ലെ? വേവിക്കാത്ത എന്തൊക്കെയുണ്ട്? നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും നമ്മൾ എന്തല്ല വേവിച്ചല്ല കഴിക്കുന്നത്, വേവിക്കാതെയാണ് കഴിക്കുന്നത് അല്ലെ? ആപ്പിള്, മുന്തിരി പോലുള്ള പഴങ്ങളൊന്നും നമ്മൾ വേവിച്ച് കഴിക്കുന്നില്ല അല്ലെ? അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ തൈര്, മോര് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ്? വേവിക്കാതെ കഴിക്കുന്നതാണ് അല്ലെ? അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ ആൻസർ എല്ലാ കൂട്ടുകാർക്കും പറയാനായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യാം? എഴുതാനായിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ പേരുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി അവയുടെ പേരുകളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ബോക്സിനകത്താക്കിയിട്ട് അതിൽ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് എഴുതാനോ മറ്റോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇനി ഒരു പക്ഷെ തന്നിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം? ഇന്ന് തന്നെ ഒന്ന് പഠിച്ചിട്ടിരിക്കുക കേട്ടോ മക്കളെ. എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ. പിന്നെ ഒത്തിരി പ്രയാസമുള്ള പേരുകളൊന്നും അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? മക്കളൊന്ന് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ജീവികളും അവയുടെ കൂടുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ? ഓരോ ജീവികളും എവിടെയൊക്കെയാണ് താമസിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാലോ. അതൊരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാനായിരിക്കും തരിക കേട്ടോ. അതായത് കുറച്ച് ജീവികളുടെ ഒക്കെ ചിത്രങ്ങൾ തരും, അതുപോലെ തന്നെ അവയുടെ കൂടുകളുടെ ചിത്രങ്ങളും തരും. എന്നിട്ട് ഓരോ ജീവി എന്ത് ചെയ്യുക? യോജിച്ചവയിലേക്ക് വരച്ചു ചേർക്കാനായിട്ട് പറയും. അപ്പൊ നമ്മുടെ ചിലന്തിയിലെ ചിലന്തി എവിടെയാണ് മക്കളെ? എന്തിലാണ് താമസിക്കുക? ചിലന്തി തന്നിട്ട് ഇതുപോലൊരു സാധനം മക്കൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നെറ്റ് പോലെയുള്ള ഒരു സാധനം. ടീച്ചർ വരച്ചത് നോക്കണ്ട കേട്ടോ. നമ്മുടെ ചിലന്തി വല നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് മക്കളെ? ഇതുപോലൊരു സാധനം മക്കള് വീട്ടിൽ കണ്ടിട്ടില്ലേ? അപ്പം ഇതിലാണ് ആര് താമസിക്കുക? നമ്മുടെ ചിലന്തി താമസിക്കുക അല്ലെ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുരുവികളൊക്കെ അല്ലേ? അവരെന്തിലാണ് താമസിക്കുക? ഇത്തരത്തിലുള്ള വല കെട്ടിയിട്ട് അതിലാണ് താമസിക്കുക ആണോ? അല്ല അല്ലെ? അവരെന്ത് ചെയ്യും? ചുള്ളിക്കമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ചെറിയൊരു
കൂടുണ്ടാക്കൂലേ, ആ കൂടിനുള്ളിലാണ് അവരെന്ത് ചെയ്യുക, താമസിക്കുക അല്ലെ. ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, കൂടുണ്ടാക്കിയിട്ട് അതിലാണ് ആര് താമസിക്കുക, കുഞ്ഞു കുരുവികളൊക്കെ താമസിക്കുക. ഇനി ടീച്ചർ മറ്റൊരു പക്ഷിയെ ചോദിക്കട്ടെ. മരംകൊത്തി ഇല്ലേ, എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ് മരംകൊത്തി. അതെവിടെയാണ് താമസിക്കുക, എവിടെയാണ്, മരത്തിലാണ് താമസിക്കുക അല്ലെ. ഓക്കെ മക്കളെ. പിന്നെ അതുപോലെ തന്നെ മക്കൾ കുഴിയാനയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒത്ത് കളിക്കുന്ന സമയത്ത് കുഴിയിൽ നിന്ന്, നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഴിയിൽ നിന്ന് തോണ്ടി തോണ്ടി ഒരു ജീവിയെ പുറത്തെടുക്കാറില്ലേ, കുഴിയാനയെ പുറത്തെടുക്കാറില്ലേ? അപ്പൊ അവരെവിടെയാ താമസിക്കുന്നത് മക്കൾക്ക് അറിയാവുന്നതാണ് അല്ലെ. മണ്ണിൽ കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് ആര് താമസിക്കുന്നത്, കുഴിയാന താമസിക്കുന്നത്. അപ്പം ഇത്തരത്തില് ജീവികളും അവയുടെ കൂടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ജീവികളെയും അതുപോലെ തന്നെ അവരെവിടെയാ താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ചോദ്യം വരികയാണെങ്കിലോ അത് മക്കൾക്ക് എഴുതാനൊന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് വരച്ച് മാച്ച് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. എന്തായാലും മക്കൾ എന്ത് ചെയ്യാ, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം നോക്കിയാലോ? നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ മക്കൾക്ക് ഒരുപാട് പൂക്കളുടെ പേരുകളൊക്കെ തന്നത് കണ്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പൂമാല ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൂക്കൾ പോയി പറിച്ചെടുത്തു കേട്ടോ. അപ്പം ഓരോ പൂക്കളും എത്ര എണ്ണം വീതമാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. മക്കൾ നോക്കിക്കേ, മുല്ലയാണ് അല്ലെ. മുല്ലപ്പൂ നമ്മൾ ആകെ 5 എണ്ണമാണ് മാല കെട്ടാനായിട്ട് പറിച്ചിട്ടുള്ളത്. ചെമ്പരത്തിപ്പൂ എത്ര എണ്ണം പറിച്ചു, 12 എണ്ണം നമ്മൾ പറിച്ചു. അതുപോലെ തന്നെ റോസ് നമ്മൾ എത്ര എണ്ണം പറിച്ചു മക്കളെ, 9 എണ്ണം പറിച്ചു കേട്ടോ. ഇത് ഈ പൂക്കളെല്ലാം പറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മാല ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ പൂക്കളെല്ലാം രാവിലെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മാല കെട്ടാനായിട്ട് പോയത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ, നമ്മൾ പറിച്ചു കൊണ്ടുവന്ന പൂക്കളിൽ ചിലതൊക്കെ വാടിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇല്ലേ. അപ്പൊ എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന പൂക്കളിൽ ചില പൂക്കളെല്ലാം വാടിപ്പോയി. അപ്പൊ വാടിപ്പോയിട്ടുള്ള പൂക്കളുടെ എണ്ണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. 5 മുല്ലപ്പൂ പറിച്ചതിൽ നിന്ന് 3 മുല്ലപ്പൂ എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പോ വാടിപ്പോയി ഇല്ലേ. അതുപോലെ തന്നെ 12 ചെമ്പരത്തിപ്പൂ പറിച്ചതിൽ നിന്ന് 2 ചെമ്പരത്തിപ്പൂ വാടിപ്പോയി. 9 റോസ് പൂ പറിച്ചതിൽ നിന്ന് നമുക്ക് 5 റോസാ ചെടി എന്ത് ചെയ്തു, വാടി പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ കണ്ടെത്തേണ്ടത് എന്താണ്, ഇനി നമുക്ക് മാല കെട്ടാനായിട്ട് വാടാത്ത എത്ര പൂക്കളാണ് ഓരോന്നിലും ഉള്ളത് എന്ന് കണ്ടെത്തണം കേട്ടോ. അത് കണ്ടെത്തി എഴുതാനുള്ള കോളമാണ് നമുക്ക് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. വാടാത്തവ എന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടില്ലേ, അതിൽ മക്കൾ എന്ത് കണ്ടെത്തണം, ഇനി ഓരോ പൂക്കളിലും എത്ര എണ്ണം വീതം വാടാത്തതായിട്ടുണ്ട്. അതറിഞ്ഞാലല്ലേ ഇനി നമുക്ക് മാല കെട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടെത്താം. നോക്കിക്കേ മക്കളെ, അപ്പൊ നമുക്കറിയാം മുല്ലപ്പൂ 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3 എണ്ണം വാടിപ്പോയില്ലേ. അപ്പൊ ബാക്കി കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, എന്ത് ചെയ്യണം, 5ൽ നിന്ന് 3 എണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യണം, പോക്കി നോക്കണല്ലോ. 3 എണ്ണം നമ്മൾ എന്തിനാ എടുത്ത് കളയണം. 5ൽ നിന്ന് 3 എണ്ണം എടുത്ത് കളയാണെങ്കിൽ ബാക്കി എത്ര പൂക്കളെ ഉണ്ടായിരിക്കുള്ളൂ, ഉറക്കെ പറഞ്ഞ മക്കളെ, അതെ 2 പൂക്കളെ നമുക്ക് അവിടെ വാടാതെ ഇരിപ്പുണ്ടാവുള്ളൂ അല്ലെ. അടുത്ത നോക്കിക്കേ മക്കളെ, ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തിപ്പൂ എത്ര ഉണ്ടായിരുന്നു മക്കളെ, 12 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര പൂക്കൾ വാടിപ്പോയിട്ടുണ്ട്, 2 പൂക്കൾ വാടിപ്പോയിട്ടുണ്ട് അല്ലെ. ബാക്കി എത്ര പൂക്കളായിരിക്കും വാടാത്തതായിട്ടുണ്ടായിരിക്കുക. കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 12 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിന് എടുത്ത് അങ്ങ് മാറ്റിക്കളയണം അല്ലേ. ഇനി അത്രയും കുറച്ച് വലിയ സംഖ്യ അല്ലേ, 12ൽ നിന്ന് 2 ഒക്കെ പോവാന്ന് പറയുമ്പോൾ ചില കൂട്ടുകാർക്ക് ഒരു പ്രയാസം ഉണ്ടായിരിക്കും. അത് കണ്ടെത്താൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് കണ്ടെത്തുന്ന കൂട്ടുകാരുണ്ടായിരിക്കും അല്ലേ. അപ്പൊ 12 വരെ എണ്ണിട, 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ. 12 വരെ ഇട്ടു. അതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണാണ് മക്കളെ പോക്കേണ്ടത്, 2 പൂക്കളാണ് വാടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു പൂവിനെ പോക്കി, വീണ്ടും ഒരു പൂവിനെ പോക്കി അല്ലെ. ഇനി എത്ര പൂക്കൾ ഉണ്ടെന്ന് മക്കളൊന്ന് എണ്ണി നോക്കിക്കേ. നോക്കിക്കേടാ എത്രയാ, 1 2 3 4 5 6 7 8 9 10 പൂക്കളാണ് ഇനി വാടാതെ ഇരിപ്പുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 10 എന്ന ആൻസർ കിട്ടി അല്ലെ. എത്ര ചെമ്പരത്തി പൂവാണ് ബാക്കിയുള്ളത്, 10 ചെമ്പരത്തി പൂവാണ്. അടുത്ത നോക്കിക്കേ മക്കളെ, 9 റോസ് ഉണ്ട് അല്ലെ. അതിൽ നിന്ന് എത്ര എണ്ണം നമുക്ക് വാടിപ്പോയിട്ടുണ്ട്, 5 എണ്ണം വാടിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 9 റോസ് കേട്ടോ. ഇത് മക്കൾ വിചാരിക്കും 9 റോസാണ്. അതിൽ നിന്ന് എത്ര മക്കളെ വാടിപ്പോയിട്ടുള്ളത്, 5 എണ്ണമാണ് വാടിപ്പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഈ 5 എണ്ണം മായ്ച്ചു കളയാം. ബാക്കി എത്രയുണ്ട് കൂട്ടുകാരെ, എത്രയുണ്ട് ഒക്കെ പറഞ്ഞേ. അതെ, 4 പൂക്കളാണ് ബാക്കിയുള്ളത് അല്ലെ. എത്രയാണ് മക്കളെ, 4 പൂക്കളാണ് ബാക്കിയുള്ളത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ വാടാത്ത പൂക്കൾ ഓരോന്നും എത്ര വിധമാണെന്ന് കണ്ടെത്തി. ഓക്കെ മക്കളെ.
ഇനി നോക്കിക്കേ, ഇതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ വേറൊരു മാല കൂടി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അത് നമ്മൾ സൂര്യകാന്തി പൂവും അതുപോലെ തന്നെ ജമന്തി പൂവും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലാണെങ്കിൽ 7 സൂര്യകാന്തി പൂവും അതുപോലെ തന്നെ 10 ജമന്തി പൂവും ഉണ്ട്. എത്രയാണ് മക്കളെ? 7 സൂര്യകാന്തി പൂവും 10 ജമന്തി പൂവും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഒറ്റ മാലയാക്കിയാലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റ മാല കെട്ടി. അപ്പം അതിൽ എത്ര പൂക്കൾ ഉണ്ടായിരിക്കും മക്കളെ? ആകെ എത്ര പൂക്കൾ ഉണ്ടായിരിക്കും? ജമന്തി പൂവും സൂര്യകാന്തിയുടെ പൂവും കൂടിയും ചേർന്നാൽ ആകെ എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം അല്ലെ, 7 കൂട്ടണം 10 ചെയ്യേണ്ടത്. എത്രയായിരിക്കും മക്കളെ ആൻസർ ഉണ്ടായിരിക്കുക? എത്രയാണ്? 17 എന്ന ആൻസർ കിട്ടൂലേ? ആകെ മൊത്തം എത്ര ഉണ്ടായിരിക്കും മക്കളെ? 17 പൂക്കൾ ഉണ്ടായിരിക്കും. കൂട്ടുകാർക്ക് കിട്ടിയോ? കൂട്ടുകാർക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ 2 ക്രിയ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ വാടാത്ത പൂക്കൾ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 സംഖ്യ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്തതില്ലേ. ആകെ എവിടെയുള്ള പൂക്കൾ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 സംഖ്യ തമ്മിൽ കൂട്ടുകയാണ് ചെയ്തത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മക്കൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെ നോക്കിക്കേ. നമുക്കിപ്പോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഓരോ പൂക്കളുടെയും എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. മുല്ല 5 ആണ്, ചെമ്പരത്തി 12 ആണ്, റോസ് 9 ആണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നമ്മൾ കളക്ട് ചെയ്ത പൂക്കളിൽ ഏറ്റവും കൂടുതലുള്ള പൂ ഏതാണ്? ഏറ്റവും കൂടുതലുള്ള പൂ ഏതാണ് മക്കളെ? ഇവിടെ 5 ആണ്, 12 ആണ്, 9 ആണ്. ഏറ്റവും വലിയ സംഖ്യ ഏതാണല്ലേ നമ്മൾ ഇതിൽ കണ്ടെത്തേണ്ടത്? ഏതാണ്? 12 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്നറിയാം. അതായത് 12 ഉള്ളത് ഏത് പൂവാണ്? ചെമ്പരത്തിയാണ്. അപ്പം ചെമ്പരത്തി പൂവാണ് ഏറ്റവും അധികം എണ്ണം ഉള്ളത്. മനസ്സിലായോ എങ്ങനെയാ കണ്ടെത്തേണ്ടത് എന്നുള്ളത്? ഓക്കെ, എങ്കിൽ ടീച്ചർ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ കളക്ട് ചെയ്ത പൂവിൽ ഏറ്റവും കുറവ് എണ്ണമുള്ള പൂവ് ഏതാണ് മക്കളെ? ഏറ്റവും കുറവുള്ള പൂവ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ സംഖ്യ ആദ്യം നമ്മൾ ഇതിൽ നോക്കുക. ഏതാണ്? അതെ, 5 ആണ് ഏറ്റവും ചെറിയ സംഖ്യ അല്ലെ. 5ന് നേരെയുള്ള പൂവ് ഏതാണ് മക്കളെ? മുല്ലയാണ് അല്ലെ. അപ്പം ഇതിൽ ഏറ്റവും കുറവ് എണ്ണമുള്ള പൂവ് ഏതാണ്? മുല്ലയാണ്. മനസ്സിലായോ മക്കളെ? അപ്പൊ കുറച്ച് സംഖ്യകൾ തരികയാണെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറിയ എണ്ണം ഏതാണ് എന്ന് കണ്ടെത്തി പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ലേ? ഓക്കെ, പിന്നെ മക്കൾക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എണ്ണത്തിനനുസരിച്ച് നിറം നൽകാനോ അല്ലെങ്കിൽ എണ്ണത്തിനനുസരിച്ച് വരയ്ക്കാനോ അല്ലെങ്കിൽ ചിത്രങ്ങൾ തന്നിട്ട് അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ടോ ചോദിക്കാം. മനസ്സിലായോ മക്കളെ? 3ൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, നമുക്ക് എല്ലാം ഒന്ന് ചെയ്തു നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ എന്ത് ചെയ്തു, കുറച്ച് ബോളുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബോളുകളുടെ ചിത്രം വരച്ചിട്ടുണ്ട്. എന്നിട്ട് മക്കളടുത്ത് ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് ചോദിക്കും, ഇതൊരു കൂട്ടാണ്, വീണ്ടും അവിടെ ഒരു കൂട്ടം, ഇവിടെ ഒരു 2 കൂട്ടം ബോളുകളാണ് കേട്ടുള്ളത്. അപ്പം ഓരോ കൂട്ടത്തിലെയും ബോളുകളുടെ എണ്ണം എത്രയാന്ന് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഈ ഒരു കൂട്ടത്തിൽ എത്ര ബോളുകൾ ഉണ്ട് നോക്കിക്കേ. 1, 2, 3, 4, 5, 6 അല്ലെ. എത്ര ബോളുകളാണ്? 6 ബോളുകൾ എന്ന് എഴുതി നമ്മള്. രണ്ടാമത്തെ കൂട്ടം നോക്കിക്കേ, എത്ര ബോളുകളാണ്? കൂട്ടുകാരെ എണ്ണിക്കേ. 1, 2, 3, 4, 5, 6, 7. അതായത് 7 ബോളുകൾ ഉണ്ട് അല്ലെ. ആദ്യത്തെ കൂട്ടത്തിൽ 6 ബോളുകൾ, അടുത്ത കൂട്ടത്തിൽ എത്ര ബോളുകൾ ഉണ്ട്? 7 ബോളുകൾ ഉണ്ട് അല്ലെ. അപ്പം മക്കൾക്ക് ചിത്രം തരികയാണെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് ഇതേ രീതിയിൽ ചോദിക്കുക കേട്ടോ. വേറെ പൂക്കളുടെ ചിത്രങ്ങളോ പൂമ്പാറ്റകളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളുടെ ചിത്രങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. മക്കൾ എന്ത് ചെയ്യുക, ഒരു കൂട്ടം തരികയാണെങ്കിൽ അത് ആ കൂട്ടത്തിൽ എത്ര എണ്ണമാണ് ഉള്ളത് എന്നുള്ളത് ഇതേ രീതിയിൽ കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ, പിന്നെ ചിലപ്പോൾ മക്കളെടുത്ത് പറയും, ഇപ്പൊ നമുക്ക് ഇതുപോലൊരു കൂട്ടം തന്നു, നമുക്കറിയാലോ എത്ര ബോളുകൾ ഉണ്ട്? 6 ബോളുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കൂട്ടം തന്നു. എന്നിട്ട് മക്കളെടുത്ത് പറയാണ്, ഈ 6 ബോൾ ഉള്ളതിൽ നിന്ന് 3 എണ്ണത്തിന് മഞ്ഞ നിറവും അതുപോലെ തന്നെ ഈ 6 ബോളുകളുടെ കൂട്ടത്തില് 4 എണ്ണത്തിന് മഞ്ഞ നിറം നൽകാനും 4 എണ്ണത്തിന് മഞ്ഞ നിറം നൽകാനും അതുപോലെ തന്നെ 2 എണ്ണത്തിന് ചുവപ്പ് നിറം നൽകാനുമായിട്ട് പറയണം. 4 എണ്ണത്തിന് മഞ്ഞ നിറവും അതുപോലെ തന്നെ 2 എണ്ണത്തിന് ചുവപ്പ് നിറവും നൽകാനായിട്ട് പറയാണ്. അപ്പം ഇതുപോലെ എണ്ണത്തിനനുസരിച്ച് നിറം നൽകാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 എണ്ണത്തിനല്ലേ ചുവപ്പ് നിറം പറഞ്ഞിട്ടുള്ളത്, ഈ 2 ബോളിന് നമുക്ക് എന്ത് ചെയ്യാം, ചുവപ്പ് നിറം നൽകാം അല്ലെ. 1, 2. ഓക്കെ, ഇനി എന്താണ് നമ്മളടുത്ത് പറഞ്ഞത്? 4 എണ്ണത്തിന് മഞ്ഞ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ മഞ്ഞ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ടീച്ചർ ഇതിനോട് കൊടുക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, 1, 2, 3, 4. മനസ്സിലായോ? ഇതുപോലൊരു കൂട്ടം തന്നിട്ട് അതിൽ നമ്മളെടുത്ത് പറയും ഓരോ ഇത്ര എണ്ണത്തിന് ഇന്ന നിറം നൽകുക എന്നുള്ള രീതിയിൽ പറയും കേട്ടോ.
ഇനി ചിലപ്പോൾ നമുക്ക് വലിയ കൂട്ടായിരിക്കും തരും, ഒരു 10 ബോളുകളുടെയൊക്കെ തന്നിട്ട് അതിൽ നിന്ന് 2 എണ്ണത്തിന് ചുവപ്പ് നിറം, 3 എണ്ണത്തിന് മഞ്ഞ നിറം, 4 എണ്ണത്തിന് പച്ച നിറം എന്നുള്ള രീതിയിലൊക്കെ തരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എണ്ണിയിട്ട് തന്നെ നിറം നൽകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരത്തിലൊരു പ്രവർത്തനം വരികയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യില്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക്, അതായത് ഇന്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1-ാം ദിവസം പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർ എന്ത് ചെയ്യാം, ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് കാണാം കേട്ടോ. ഇനി ഒരു പക്ഷേ നമുക്ക് ഇതിന് പുറത്തേക്ക് ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.